ബാനർ 2010-ലാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ആരംഭിച്ചത്. പ്രണയം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1-2 സിനിമകൾ ചെയ്തു. എന്നിട്ട് 2020 തൊട്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് റിവൈവൽ ഓഫ് ഫ്രേഗ്രൻസ് നേച്ചർ ഫിലിം ക്രിയേഷൻസ് തുടങ്ങി. 2024 നല്ല ഗംഭീര 2 സിനിമകൾ നമുക്ക് എല്ലാവർക്കും തരാൻ പറ്റി. ഇനി മുന്നോട്ട് ഞങ്ങൾ വളരെ നല്ല കോണ്ടൻറ്റും എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സായിട്ട് നല്ല പ്രോജക്ട്സുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റിനാണ്. അടുത്ത ഞങ്ങൾ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്ന പ്രോജക്റ്റിൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റും കൂടാണ് ഇന്ന്. എന്തുകൊണ്ടാണ് ഈ ടീം ഇവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും. ആൻഡ് വെരി പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് അവർ നെക്സ്റ്റ് പ്രോജക്റ്റ് വിൽ ബി നെക്സ്റ്റ് പ്രോജക്റ്റ് ഈ ടീം സംജാത് ആൻഡ് പ്രവീണിൻ്റെ ഡയറക്ഷൻ ആൻഡ് സ്ക്രിപ്റ്റിങ്ങും അവരുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. രഞ്ജിത്താണ് അതിൻ്റെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് ഞങ്ങൾ മേക്ക് ചെയ്യാൻ പോവുകയാണ്. അടുത്ത കമ്മിറ്റ്മെൻറ്റ് ഫ്രാഗ്രൻസ് നേച്ചർ ഫിലിംസ് കൈകൊടുത്ത വളരെ യങ്സ്റ്റേഴ്സായ ഡയറക്ടേഴ്സ് ഉണ്ട്. എനിക്കൊന്ന് 24-25 ഇയേഴ്സുള്ള 2 ഡയറക്ടേഴ്സ് ഉണ്ട്, ഉത്സവ് ആൻഡ് ഫഹദ്. അവരുടെ ഒരു ഫിലിം ഇപ്പോൾ മേക്കിംഗ് കഴിഞ്ഞു. അടുത്ത കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത ഗോഡ്ഫി എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട് ഇവിടെ. മലയാളത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ട് വൈ ആം വിത്ത് ഫ്രാഗ്രൻസ് നേച്ചർ ഫിലിംസ് ക്രിയേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ടാലൻസിനെ പ്രോത്സാഹിപ്പിക്കണം. അതാണ് ഞങ്ങളുടെ ഇൻറ്റൻഷൻ, ഞങ്ങളുടെ എയിം എന്ന് മാം എന്നോട് പറഞ്ഞു. നല്ല കോണ്ടന്റുകൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനൊരു ഇൻറ്റൻഷനിലാണ് ഫ്രാഗ്രൻസ് നേച്ചർ ക്രിയേഷൻസ് മലയാളത്തിൽ നിൽക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ 2024 വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള മലയാളത്തിലെ ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കിട്ടി. നിങ്ങൾക്കറിയാം, രഞ്ജിത്ത് സജീവ് 2-3